വിഷ്ണു, വലിയൊരു അപകടമാണ്. കൂടുതലൊന്നും ഗുരുതരമായി പോകാത്തത് തന്നെ ഭാഗ്യം. എന്തായാലും ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ നടപടികളൊക്കെ പോകുന്നത്? ഈ ട്രാൻസ്ഫോമർ ആ സ്ഥലത്ത് നിന്ന് മാറ്റാറായോ? പൂജ, തീർച്ചയായും ഇപ്പോൾ ആ ട്രാൻസ്ഫോമർ മറ്റൊരു വാഹനത്തിലോട്ട് കയറ്റിയിട്ടുണ്ട്. 2 ക്രെയിനുകൾ എത്തിച്ച് നേരത്തെ ആ മറിഞ്ഞ ട്രാൻസ്ഫോമർ ഇപ്പോൾ ഒരു പുതിയൊരു ട്രെയിലർ കൊണ്ടുവന്ന് അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അവസാനമായി അത് ടൈറ്റ് ചെയ്യുന്നത്, അതുമായി ബന്ധിപ്പിക്കേണ്ട നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇത് കളമശ്ശേരിക്ക് തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. ബ്രഹ്മപുരത്ത് നിന്നും കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ അത് റിപ്പയറിംഗ് ആവശ്യത്തിനായി കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകവേ ഇൻഫോ പാർക്കിൽ നിന്നും ഇറങ്ങി അത് സീപോർട്ട് എയർപോർട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു ഇറക്കത്തിൽ സംഭവിച്ച ആ ട്രാൻസ്ഫോമറിൽ ഉണ്ടായിരുന്ന ഓയിലടക്കം അത് അലതല്ലി അങ്ങനെ അതിൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ട് വീഴുകയായിരുന്നു എന്നാണ് ബന്ധപ്പെട്ടവർ ഇതുമായി പങ്കുവയ്ക്കുന്ന വിവരം. ഏതായാലും അത് കൃത്യമായി ബന്ധിപ്പിച്ചാണ് അത് കൊണ്ടുവന്നതെന്ന് അടക്കം പറയുമ്പോഴും ഈ ഒരു സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ വലിയ ഒരു ആശങ്കയായി അത് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയ ഭാരം കൊണ്ടുപോകുമ്പോൾ അതിന് വേണ്ട നടപടികൾ പാലിച്ചിട്ടുണ്ടോ, അതിൻ്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി തന്നെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഏതായാലും വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. ആ സമയം ഈ വഴിയിൽ വാഹനങ്ങൾ കുറവായിരുന്നു. ആ ട്രാൻസ്ഫോമർ കൊണ്ടുപോകുമ്പോൾ അത് മറിയുമ്പോൾ മറ്റുള്ള വാഹനങ്ങളൊന്നും അതിൻ്റെ പരിസരത്ത് ഉണ്ടാവാതിരുന്നാൽ മാത്രമാണ് വലിയ ഗുരുതരമായിട്ടുള്ള അപകടങ്ങളിലോട്ട് പോവാതിരുന്നത്. ഒരു പക്ഷേ ഒരു ഇരുചക്ര വാഹനം മറ്റും ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ ട്രാൻസ്ഫോമർ അതിൻ്റെ മുകളിലേക്കായിരിക്കാം മറിഞ്ഞു വീഴുക. അത്തരത്തിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമല്ല. കാരണം അത്രയും വലിയ ഒരു ട്രാൻസ്ഫോമറാണ്. 40 ടണ്ണിന് മുകളിൽ ഭാരമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇപ്പോൾ ആ ട്രാൻസ്ഫോമർ, റോഡിൽ മറിഞ്ഞു വീണ ട്രാൻസ്ഫോമർ അത് ഇപ്പോൾ ആ ട്രെയിലറിൽ കയറ്റി വെച്ച് ഉയർത്തി, ട്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി ട്രെയിലറിലോട്ട് അവിടെ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത് കാണാം. ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോഴും വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ? ഒരു ജംഗ്ഷൻ എന്ന് പറയാം. കാരണം 3 പാതകൾ ചേരുന്ന ഒരു വാഹനമാണ്. ഇൻഫോ പാർക്കിൽ നിന്നുള്ള വഴി വരുന്നു, അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാത. അങ്ങനെ 3 തരത്തിൽ ഉള്ള വാഹനങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതിൻ്റെ ഒത്ത നടുക്കാണ് ഈ ഒരു ട്രാൻസ്ഫോമർ വീണത്. നേരത്തെ ട്രാൻസ്ഫോമർ വീണ സമയത്തെല്ലാം ഇവിടെ പോലീസും അതുപോലെ എല്ലാം എത്തി ആ ഒരു വാഹനം നിയന്ത്രിച്ചിരുന്നു. അതിനുശേഷം ഈ ക്രെയിൻ എത്തിച്ച് ട്രാൻസ്ഫോമർ ഈ വാഹനത്തിലോട്ട് കയറ്റാൻ വേണ്ട നടപടികൾ ആരംഭിച്ചപ്പോൾ പൂർണ്ണമായും ഇവിടുത്തെ ഗതാഗതം നിരോധിച്ചിരുന്നു. കാരണം 2 വശത്തും ക്രെയിനുണ്ട്. ഇത്രയും ഭാരമുള്ള ട്രാൻസ്ഫോമറാണ് ഉയർത്തുന്നത്. അതിൻ്റെ ഒരു അപകടം കണക്കിലെടുത്ത് ഒരു ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. ഇപ്പോൾ അത് വീണ്ടും കുറേശ്ശെ അത് തുറന്നു കൊടുത്ത് ഇപ്പോൾ വാഹനങ്ങൾ ഒരു വരിയിലൂടെ കടത്തിവിടുന്ന നിലയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട പാതയാണ്. എറണാകുളത്തിൻ്റെ തന്നെ നഗര ഹൃദയം എന്ന് പറയാവുന്ന ഒരു പാതയാണ്. ഇപ്പോൾ ഓഫീസെല്ലാം വിടുന്ന സമയമാണ്, സ്കൂൾ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം വിടുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ഗതാഗതം സ്ഥാപിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നഗരം തന്നെ സ്തംഭിച്ചു പോകാവുന്ന ഒരു അവസ്ഥയാവും. അത് കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു വശത്തുകൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറ ഡയറക്ഷനിലേക്കുള്ള വാഹനങ്ങളാണ് കടത്തിവിടുന്നത്. നേരത്തെ ഇതിൻ്റെ തൊട്ട് സമീപമാണ് ഇരുമ്പനം പ്ലാന്റ് ഉള്ളത്. BPCL അതുപോലെയുള്ള പെട്രോളിയം വാതകങ്ങളെല്ലാം കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ പാചകവാതകങ്ങളെല്ലാം കൊണ്ടുപോകുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇരുമ്പനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കുള്ള ഈ പാചകവാതക സിലിണ്ടറിലടക്കം എത്തിക്കേണ്ട വലിയ ലോഡുകൾ, ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കൊണ്ടുപോകുന്ന മേഖലയാണ്. അവിടെയെല്ലാം കുറച്ച് നേരത്തോടെ ഒരു മണിക്കൂർ നേരത്തേക്ക് ഗതാഗതം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം അത്രയും വലിയ ടാങ്കറാണ്. നമുക്ക് ഒരു തരത്തിലും ഇവിടെ നിന്ന് ആ ഒരു ടാങ്കർ എടുത്ത് ആ ഒരു ട്രാൻസ്ഫോമർ എടുത്ത് മാറ്റാൻ സാധിക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. കാരണം 40 ടൺ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു ഭാരമാണ്. അപ്പോൾ അത് എടുത്തു മാറ്റാൻ 2 ക്രെയിനുകൾ ആവശ്യമായി വന്നു. കാരണം എടുത്ത് പൊക്കുമ്പോൾ അതിന്റെ ബാലൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ബാലൻസ് നഷ്ടപ്പെട്ട് വീഴുകയായിരുന്നു എന്ന് പറയുന്നത്. എന്നാലും ഇത്രയും വലിയ ഭാരമുള്ള ഒന്നാണ് കൊണ്ടുവരുന്നത്. ആ രീതിയിലൊക്കെ കൃത്യമായിട്ടല്ലേ കൊണ്ടുവന്നത് എന്നത് സംബന്ധിച്ചുള്ള സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കളമശ്ശേരിയിലേക്ക് റിപ്പയറിങ്ങിന് കൊണ്ടുപോകുന്നതിനിടയിലാണ് ട്രെയിലറിൽ നിന്ന് ഈ ട്രാൻസ്ഫോമർ വീണത്. റോഡിന്റെ ഇതിലാ കയറിയപ്പോൾ മറിഞ്ഞെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അത് ഓയിലുണ്ട്, അപ്പോൾ അത് സൈഡിലോട്ടായി മറിഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ നിന്ന് ഇങ്ങനെ വീഴാന്ന് പറഞ്ഞാൽ ഒരു കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും. ക്ലിപ്പ് ഇപ്പോൾ ലോക്ക് ഒടിഞ്ഞു പോയിട്ടാണ് സംഭവിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. റോഡിലേക്ക് കയറിയപ്പോഴത്തേക്കും തട്ടുണ്ടായിരുന്നു. ആ തട്ടയിൽ തട്ടിയപ്പോൾ ഒരു സൈഡിലേക്ക് വെയിറ്റ് ആയി. അങ്ങനെ അതിൻ്റെ ക്ലിപ്പ് ഒടിഞ്ഞു പോയി സംഭവിച്ചെന്നാണ് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. അപകടം നടന്ന സ്ഥലത്തു നിന്നും വിഷ്ണു പ്രകാശ് ആയിരുന്നു നമുക്ക് വിവരങ്ങൾ നൽകിയത്.